everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 58th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about material variances, and in this lecture, we are going to continue with the same topic, that is material variances. Material variances ile material cost variance, material price variance, material usage or quantity variance നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ വരുന്ന സെക്കൻഡ് സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് വെൻ ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സ് ഡിഫേഴ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സ്. അതായത് മെറ്റീരിയൽസിൻ്റെ മിക്സ്ചറിൻ്റെ ആക്ച്വൽ വെയ്റ്റും സ്റ്റാൻഡേർഡ് വെയ്റ്റും ഡിഫർ ചെയ്യുന്ന കേസ്. ഈ കേസിൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ സച്ച് എ കേസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഈ ഒരു സെക്കൻഡ് സിറ്റുവേഷനിൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ദ ഫോർമുല ഇസ് ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. ഫോർമുലയിൽ പറയുന്ന ഓരോ ഐറ്റംസും എന്താണെന്ന് നോക്കാം. ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്, മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ മിക്സിൻ്റെ ടോട്ടൽ വെയ്റ്റ്. ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ്, മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ടോട്ടൽ വെയ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ്, സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്, ആക്ച്വൽ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഈ ഓരോ ഐറ്റംസും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും. This formula is necessitated to adjust the total weight of standard mix to the total weight of actual mix, which is more or less than the weight of standard mix. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ ഫോർമുലയുടെ നെസസിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ടോട്ടൽ വെയ്റ്റിനെ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ വെയ്റ്റിനേക്കാളും കൂടുതലോ കുറവോ ആയ ആക്ച്വൽ മിക്സിൻ്റെ ടോട്ടൽ വെയ്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ. In case the standard is revised due to the shortage of one material, then revised standard will be used instead of standard. അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് കൊണ്ട് സ്റ്റാൻഡേർഡ് റീവൈസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തെടുത്തെല്ലാം സ്റ്റാൻഡേർഡിന് പകരം യൂസ് ചെയ്യുന്നത് റീവൈസ്ഡ് സ്റ്റാൻഡേർഡാണ്. ആൻഡ് ദ ഫോർമുല വിൽ ബിക്കം total weight of actual mix divided by total weight of revised standard mix into standard cost of revised standard mix minus standard cost of actual mix. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ നിന്നും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തെടുത്ത് റീവൈസ്ഡ് സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിന് പകരം ടോട്ടൽ വെയ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആകും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിന് പകരം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആകും. ഓക്കെ. ഈ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം കമ്പ്യൂട്ടേഷൻ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. നമുക്ക് പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് ഓൾ മെറ്റീരിയൽ വേരിയൻസസ്. തന്നിരിക്കുന്ന ഡേറ്റ യൂസ് ചെയ്ത് എല്ലാ മെറ്റീരിയൽ വേരിയൻസസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡേറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസംഷൻ ഫോർ 100 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസിൻ്റെ കൺസംഷനാണ് തന്നിരിക്കുന്നത്. റോ മെറ്റീരിയൽസ് രണ്ടെണ്ണമാണുള്ളത്. റോ മെറ്റീരിയൽസ് എ ആൻഡ് ബി. റോ മെറ്റീരിയൽ എയുടെ കേസിലും റോ മെറ്റീരിയൽ ബിയുടെ കേസിലും സ്റ്റാൻഡേർഡും ആക്ച്വലും തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹50 പെർ യൂണിറ്റ്. ആൻഡ് ആക്ച്വൽ എന്ന് പറയുന്നത് 50 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹50 പെർ യൂണിറ്റ്. റോ മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് 60 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹40 പെർ യൂണിറ്റ് ആൻഡ് ആക്ച്വൽ 60 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹45 പെർ യൂണിറ്റ്. ഓക്കെ. ആദ്യം നമുക്ക് മെറ്റീരിയൽസ് കോസ്റ്റ് വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. മെറ്റീരിയൽസ് കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ലഭിക്കുന്നതിനായി സ്റ്റാൻഡേർഡ് യൂസേജിനെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ലഭിക്കുന്നതിനായി ആക്ച്വൽ യൂസേജിനെ ആക്ച്വൽ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓരോ മെറ്റീരിയലിൻ്റെയും കേസിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലും സ്റ്റാൻഡേർഡ് യൂസേജും സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ യൂസേജും ആക്ച്വൽ റേറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യാം. മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് യൂസേജ് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ₹50 ആണ്. സോ മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ഇൻറ്റു ₹50, ദാറ്റ് ഈസ് ₹2000 ആണ്. ആൻഡ് മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ യൂസേജ് എന്ന് പറയുന്നത് 50 യൂണിറ്റ്സ് ആണ്. ആൻഡ് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് ₹50 ആണ്. സോ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എ എന്ന് പറയുന്നത് 50 യൂണിറ്റ്സ് ഇൻറ്റു ₹50, ദാറ്റ് ഈസ് ₹2500. ആൻഡ് മെറ്റീരിയൽ എയുടെ കേസിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2000 നിന്നും ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2500 ലെസ് ചെയ്യുന്നതാണ്. ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഫോർ മെറ്റീരിയൽ എ ഇസ് ₹500. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് മെറ്റീരിയൽ എയുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ₹500 അൺഫേവറബിൾ ആണ്. ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് യൂസേജ് 60 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് ₹40 ആണ്. സോ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60 യൂണിറ്റ്സ് ഇൻറ്റു ₹40, ദാറ്റ് ഈസ് ₹2400. മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ കോസ്റ്റ് നോക്കാം. മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ യൂസേജ് 60 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ റേറ്റ് ₹45 ആണ്. സോ മെറ്റീരിയൽ ബിയുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 60 യൂണിറ്റ്സ് ഇൻറ്റു ₹45, ദാറ്റ് ഈസ് ₹2700. സോ മെറ്റീരിയൽ ബിയുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2400 നിന്നും ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2700 ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ₹300. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മെറ്റീരിയൽ ബിയുടേത് ₹300 അൺഫേവറബിൾ ആണ്. ഓക്കെ. മെറ്റീരിയൽ എയുടെ കേസിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആയ ₹500 അൺഫേവറബിളും മെറ്റീരിയൽ ബിയുടെ കേസിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആയ ₹300 അൺഫേവറബിളും കൂടി ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ₹800 അൺഫേവറബിൾ ആണ്. ഓക്കെ. അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് ആണ്. മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് മൈനസ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ്. മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 50 യൂണിറ്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് ₹50 ആണ്. ആക്ച്വൽ യൂണിറ്റ് പ്രൈസ് ₹50. ഈ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 50 യൂണിറ്റ്സ് ഇൻറ്റു ₹50 മൈനസ് ₹50. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് മെറ്റീരിയൽ എക്ക് നില്ലാണ്. ഓക്കെ. മെറ്റീരിയൽ എയുടെ കേസിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇല്ല. ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് ₹40 ആൻഡ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസസ് ₹45. ഈ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 60 യൂണിറ്റ്സ് ഇൻറ്റു ₹40 മൈനസ് ₹45. ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കംസ് ടു ₹300. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് മെറ്റീരിയൽ ബിയുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ₹300 അൺഫേവറബിൾ ആണ്. രണ്ട് മെറ്റീരിയൽസിൻ്റെയും കൂടി മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെ കേസിൽ നിന്നും മെറ്റീരിയൽ ബിയുടെ കേസിൽ ₹300 അൺഫേവറബിളുമാണ്. സോ ടോട്ടൽ എന്ന് പറയുന്നതും ₹300 അൺഫേവറബിൾ ആണ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽസ് യൂസേജ് വേരിയൻസ് ആണ്. മെറ്റീരിയൽസ് യൂസേജ് വേരിയൻസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലും നമുക്ക് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാം. മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് ₹50 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 40 യൂണിറ്റ്സ് ആണ്. ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി 50 യൂണിറ്റ്സ് ആണ്. സോ മെറ്റീരിയൽ എയുടെ കേസിൽ ഈ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ₹50 ഇൻറ്റു 40 യൂണിറ്റ്സ് മൈനസ് 50 യൂണിറ്റ്സ്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഫോർ മെറ്റീരിയൽ എ കംസ് ടു ₹500. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് മെറ്റീരിയൽ എയുടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ₹500 അൺഫേവറബിൾ ആണ്. ക്ലിയർ? ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് ₹40 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ ഈ എമൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ₹40 ഇൻറ്റു 60 യൂണിറ്റ്സ് മൈനസ് 60 യൂണിറ്റ്സ്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ മെറ്റീരിയൽ ബിയുടെ കേസിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നില്ലാണ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ ബിക്ക് ഇല്ല.
ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും കൂടി ടോട്ടൽ എടുക്കുമ്പോൾ മെറ്റീരിയൽ എക്ക് മാത്രമാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉള്ളത്. സോ അത് തന്നെയാണ് ടോട്ടലും വരുന്നത്. ₹500 അൺഫേവറബിൾ. നമ്മൾ അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽസ് മിക്സ് വേരിയൻസ് ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് എയും ബിയും ഉണ്ട്. റോ മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 40 യൂണിറ്റ്സും റോ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സുമാണ്. അപ്പോൾ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് വെയ്റ്റ് 40 + 60 100 ആണ്. ഇനി റോ മെറ്റീരിയൽ എയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 50 യൂണിറ്റ്സ് ആണ്. റോ മെറ്റീരിയൽ ബിയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. അപ്പോൾ മിക്സിൻ്റെ ആക്ച്വൽ വെയ്റ്റ് എന്ന് പറയുന്നത് 50 + 60 110 ആണ്. സോ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് വെയ്റ്റ് 100ഉം മിക്സിൻ്റെ ആക്ച്വൽ വെയ്റ്റ് 110ഉമാണ്. അതുകൊണ്ട് ഈ കേസിൽ ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സ് സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സിൽ നിന്നും ഡിഫർ ചെയ്യുന്നു. ഈ കേസിൽ മെറ്റീരിയൽസ് മിക്സ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റോ മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 50 യൂണിറ്റ്സ് ആണ്. റോ മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് കിട്ടും. ഇനി ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി റോ മെറ്റീരിയൽ എയുടെ കേസിൽ 40 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി റോ മെറ്റീരിയൽ ബിയുടെ കേസിൽ 60 യൂണിറ്റ്സ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ്. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ₹50 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 40 യൂണിറ്റ്സ് ആണ്. സോ മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹50 × 40 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ₹2000. ഇനി മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ₹40 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. സോ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹40 × 60 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ₹2400. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. മെറ്റീരിയൽ എയുടെ ₹2000 മെറ്റീരിയൽ ബിയുടെ ₹2400 കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ദാറ്റ് ഈസ് ₹4400. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുലയിൽ കണ്ടെത്താനുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നാണ്. മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ₹50 ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 40 യൂണിറ്റ്സ് ആണ്. സോ മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹50 × 50 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ₹2500. ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് ₹40 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി 60 യൂണിറ്റ്സ് ആണ്. സോ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെറ്റീരിയൽ ബിയുടെ കേസിൽ ₹40 × 60 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ₹2400. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും കേസിൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ₹2500 + ₹2400 ദാറ്റ് ഈസ് ₹4900. ക്ലിയർ? നമ്മൾ ഫോർമുലയിലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കമ്പ്യൂട്ടേഷൻ നോക്കി. ടോട്ടൽ വെയ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് 50 യൂണിറ്റ്സ് + 60 യൂണിറ്റ്സ് അതായത് 110 യൂണിറ്റ്സ് ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് 40 യൂണിറ്റ്സ് + 60 യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു ₹4400 ആണ്. മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു ₹4900 ആണ്. ബ്രാക്കറ്റിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ₹4840 ആണ്. അതിൽ നിന്നും ₹4900 ലെസ് ചെയ്യുമ്പോൾ we will get the amount of materials mix variance that is ₹60. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് മെറ്റീരിയൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് ₹60 അൺഫേവറബിൾ ആണ്. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.